എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് കോഴ്സുകളിലേക്കുള്ള റെഗുലർ അഡ്മിഷനായിട്ടുള്ള അപേക്ഷകൾ ഓൾറെഡി ആരംഭിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഫീ പേയ്മെൻറ്റ് ജൂൺ 11-ാം തീയതി വരെ ഓൺലൈനായിട്ട് അടക്കാവുന്നതാണ്. അതിനുശേഷം ജൂൺ 12-ാം തീയതി വരെ അപേക്ഷ ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. polyadmissions.org അതായത് ഈ ഒരു വെബ്സൈറ്റാണ് polyadmission.org എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് റെഗുലർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു റെഗുലർ അഡ്മിഷനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻസോ മറ്റോ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ തെളിയിക്കുന്നതിനും അതുപോലെ തന്നെ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ ആ ഒരു ഫീസ് ആനുകൂല്യത്തിന് ആവശ്യമായിട്ടുള്ള ഇൻകം സർട്ടിഫിക്കറ്റും വിദ്യാർത്ഥികൾ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷയോടൊപ്പം വേണ്ടത് എന്നുള്ളത് പ്രോസ്പെക്ടസിൽ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. പ്രോസ്പെക്ടസ് ഇംഗ്ലീഷിലാണുള്ളത്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അതിൻ്റെ ലിങ്കുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷനായിട്ടുള്ള അതായത് 3 വർഷത്തെ കോഴ്സാണ് സാധാരണഗതിയിലുള്ളത്. ചില കോഴ്സ് 2 വർഷമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ഫീ അടക്കുന്നതിനും ഓൺലൈൻ സബ്മിഷൻ ആപ്ലിക്കേഷൻ അതായത് ഓൺലൈനായിട്ട് അപേക്ഷ നൽകുന്നതിനുള്ള ആ ഒരു നടപടികൾ ആരംഭിച്ചതും ഈ ഒരു മെയ് 22-ാം തീയതി മുതലായിരുന്നു. അപ്പോൾ ഈ ഒരു അപേക്ഷ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് നിലവിൽ ഈ ഒരു ജൂൺ 11-ാം തീയതി വരെയും ഓൺലൈൻ അപേക്ഷ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് അവസാനിക്കുന്നത് ഈ ഒരു 12-ാം തീയതിയാണ്. അത് ജൂൺ 12-ാം തീയതിയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ മെയ് 22-ന് ആരംഭിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ജൂൺ 11-ാം തീയതി വരെ ഇതിൻ്റെ ആ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ഫീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എത്ര രൂപയാണ് ഫീസ് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ പ്രോസ്പെക്ടസിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അപേക്ഷ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ ഒരു ജൂൺ 12-ാം തീയതി വരെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ നൽകുന്ന അപേക്ഷകളിലും നിങ്ങളുടെ മാർക്ക് പരിഗണിച്ചുകൊണ്ട് പബ്ലിക് അതായത് ഈ ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് അതുപോലെ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നതും ഈ ഒരു ജൂൺ 19-ാം തീയതിയും അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിനായിട്ടുള്ള അവസരം നൽകുന്നുണ്ട്. ആ ഒരു അവസരം ജൂൺ 24-ാം തീയതിയുമാണ്. അതുപോലെ ഫൈനൽ റാങ്ക് ലിസ്റ്റും ഫസ്റ്റ് അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിക്കുന്നത് മെയ് അല്ല ഈ ഒരു ജൂലൈ 1-ാം തീയതിയും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതിനുശേഷം ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു ജൂലൈ 5-ാം തീയതിക്കകം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ജോയിൻ ചെയ്യുക ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾ താല്പര്യമില്ല അങ്ങനെയുള്ളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ ഒരു കോളേജിൽ പോയിട്ട് അതായത് പോളിടെക്നിക് കോളേജിൽ പോയിട്ട് ആ ഒരു റിപ്പോർട്ടിംഗ് ചെയ്യേണ്ടതാണ്. റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സീറ്റ് അവിടെ നിങ്ങൾക്കായിട്ട് സെക്യൂർ ചെയ്യപ്പെടും. അതായത് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാതെയോ അല്ലെങ്കിൽ മറ്റൊരു കോഴ്സിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കാതെ വരികയാണെങ്കിൽ ആ ഒരു സീറ്റ് നിങ്ങൾക്കായിട്ട് അവിടെ ഉറപ്പാക്കപ്പെടും. അതിനു വേണ്ടിയിട്ടാണ് വിദ്യാർത്ഥികൾ കോളേജിൽ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നത്. അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ് ചെയ്യുന്നതിനായിട്ട് പ്രത്യേകിച്ച് ഫീസിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. കോളേജിൽ നേരിട്ട് പോയിട്ട് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതും ആണ്. അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു ജൂലൈ 10-ാം തീയതിയാണ്. അതിനുശേഷം ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജൂലൈ 17-ാം തീയതി വരെ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ റിപ്പോർട്ടിങ്ങോ അല്ലെങ്കിൽ ജോയിൻ ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അടുത്തതായിട്ട് പിന്നീട് വരുന്നത് പോളിടെക്നിക് കോളേജുകളിലാണ് അടുത്തതായിട്ടുള്ള അലോട്ട്മെൻറ്റുകൾ വരുന്നത്. ജില്ലാ തലത്തിൽ അതത് നോഡൽ പോളിടെക്നിക് കോളേജുകൾ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള കോളേജുകളിലുള്ള അലോട്ട്മെൻറ്റ് നടപടി നടത്തുന്നത് ഈ ഒരു ജൂലൈ 22 മുതൽ ജൂലൈ 26-ാം തീയതി വരെയും അതിനുശേഷം ഫസ്റ്റ് സെമസ്റ്റർ ക്ലാസ്സും അതുപോലെ തന്നെ ഇൻഡക്ഷൻ പ്രോഗ്രാം അതായത് ഈ ഒരു ഫസ്റ്റ് ഇയറിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്കുള്ള ആ ഒരു ക്ലാസ്സുകളാണ് ഇൻഡക്ഷൻ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ജൂലൈ 29-ാം തീയതിയും അതിനുശേഷം പിന്നീട് സെക്കൻഡ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അതായത് പോളിടെക്നിക്കുകളിൽ ഈ ഒരു അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ അതായത് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിനുള്ള ഓൺലൈൻ അപേക്ഷയും ഈ ഒരു വെബ്സൈറ്റ് വഴി നൽകി അതിൻ്റെ പ്രിൻ്റ് ഔട്ടും എടുത്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ആ ഒരു സമയത്ത് ഈ ഒരു ഓൺലൈൻ അതായത് ഈ ഒരു സ്പോട്ട് അഡ്മിഷനായിട്ട് പോവേണ്ടത്. അപ്പോൾ അത് ജൂലൈ 31 മുതൽ ഈ ഒരു ഓഗസ്റ്റ് 6-ാം തീയതി വരെയും അതുപോലെ തന്നെ തേർഡ് സ്പോട്ട് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് തേർഡ് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കേണ്ടത് ഈ ഒരു ഓഗസ്റ്റ് 12 മുതൽ ഓഗസ്റ്റ് 16-ാം തീയതി വരെയുമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ നാട്ടിൽ വീടിനടുത്തുള്ള പോളിടെക്നിക്കൽ കോളേജിൽ പോവുകയും ആ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതുമാണ്. അതിനുശേഷം അഡ്മിഷൻ ക്ലോസ് ചെയ്യപ്പെടുന്നത് ഈ ഒരു അതായത് സെപ്റ്റംബർ 15-ാം തീയതിയാണ്. അപ്പോൾ സെപ്റ്റംബർ 15-ന് ഈ ഒരു പോളിടെക്നിക് കോളേജുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ്
നടപടികൾ പൂർത്തിയാക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ വൺ ടൈം രജിസ്ട്രേഷൻ ആയിട്ടുള്ള ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെക്ക് ഓർ റിട്രൈ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. പേയ്മെൻറ്റ് ഇഷ്യൂസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു കാര്യം കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പേയ്മെൻറ്റ് ഇഷ്യൂസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എന്താണ് പ്രോബ്ലംസ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ആ ഒരു റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂൺ 11 വരെ വൺ ടൈം രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് 12 നിങ്ങളുടെ അപേക്ഷ ഫൈനൽ കൺഫർമേഷൻ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് നൽകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പോകുമെന്ന് ഉറപ്പുള്ള കോളേജുകളായിരിക്കണം ഓപ്ഷൻ നൽകേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.